Hello everyone. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കറന്റ് ടൈം അതുപോലെ തന്നെ കറന്റ് ഡേറ്റ് എങ്ങനെ ഒരു ടേബിൾ കിട്ടും എന്നുള്ളതാണ്. ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് ഡ്രോപ്പ് ചെയ്യുക, ഡ്രോപ്പ് ടേബിൾ പ്രൊഡക്ട്സ് എന്ന് കൊടുത്തിട്ട് പുതിയത് ക്രിയേറ്റ് ചെയ്യുക. ഞാനൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ക്രിയേറ്റ് ടേബിൾ ടെസ്റ്റ് എന്ന് കൊടുക്കാം. ക്രിയേറ്റ് ടേബിൾ ടെസ്റ്റ്. ഓക്കെ, അതിലെ കോളം നെയിംസ് കൊടുക്കണം. അപ്പോൾ അഡ്മിഷൻ ടൈം, ടൈം ഡാറ്റ ടൈപ്പ്, അഡ്മിഷൻ ഡേറ്റ്, അത് ഡേറ്റ് ഡാറ്റ ടൈപ്പ്. ഇനി ഡേറ്റ് ടൈം പറഞ്ഞൊരു ഡേറ്റും ടൈമും കാണിക്കുന്നതാണ് ഡേറ്റ് ടൈം. ഡേറ്റ് ടൈം എന്ന ഡാറ്റ ടൈപ്പ് കൊടുക്കാം. ഓക്കെ, എക്സിക്യൂട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ടേബിൾ. അഡ്മിഷൻ ടൈം, അഡ്മിഷൻ ഡേറ്റ്, അതുപോലെ തന്നെ ഡേറ്റ് ടൈം. ഇനി ഇതിലേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്യണം വാല്യൂസ്. ഇൻസേർട്ട് ഇൻടു ടെസ്റ്റ് എന്നാണ് നമ്മുടെ ടേബിൾ നെയിം. ഇൻസേർട്ട് ഇൻടു ടെസ്റ്റ്. വാല്യൂസ്. ഓക്കെ, നമുക്ക് അഡ്മിഷൻ ടൈം ഇപ്പോഴത്തെ കറന്റ് ടൈം കൊടുക്കണം. അതിനുള്ളതാണ് കറന്റ് ടൈം. അതായത് ഇപ്പൊ നമ്മളിത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴുള്ള ടൈമാണ് അവിടെ വരിക. കറന്റ് ടൈം കോമ, അതുപോലെ തന്നെ അഡ്മിഷൻ ഡേറ്റും അതുപോലെ തന്നെ കറന്റ് ഡേറ്റ് കൊടുക്കണം. കറന്റ് ഡേറ്റ് കോമ ഡേറ്റ് ടൈമും, ഡേറ്റ് ടൈം എന്നുള്ളിടത്ത് നൗ എന്നാണ് കൊടുക്കേണ്ടത്. അതായത് അപ്പോൾ ഈ കറന്റിലുള്ള ടൈമും ഡേറ്റും അവിടെ കാണിക്കും. ഓക്കെ, എക്സിക്യൂട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ അഡ്മിഷൻ ടൈമിൽ ഇപ്പോൾ കറന്റ് ടൈം ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അഡ്മിഷൻ ഡേറ്റിൽ കറന്റ് ഡേറ്റും ഡേറ്റ് ടൈമിൽ കറന്റ് ടൈമും ഡേറ്റും വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് കറന്റ് ടൈമും കറന്റ് ഡേറ്റും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇനി ഇതുപോലെ നമുക്ക് ഇവിടെ ഡേറ്റ് മാറ്റാൻ, അതുപോലെ തന്നെ ഇന്നലത്തെ ഡേറ്റ് കിട്ടാൻ, അതുപോലെ തന്നെ നാളത്തെ ഡേറ്റ് ഒക്കെ കിട്ടാൻ ഇതിനോടൊപ്പം കറന്റ് ഡേറ്റ് +1 കൊടുത്താൽ ടുമാറോ കിട്ടും. അതുപോലെ കറന്റ് ഡേറ്റ് -1 കൊടുത്താൽ ഇവിടെ യെസ്റ്റർഡേ ഡേറ്റ് വരും. ഓക്കെ, നമുക്ക് നാളത്തെ ഡേറ്റ് ആണ് കിട്ടേണ്ടത് എങ്കിൽ കറന്റ് ഡേറ്റ് +1. ഓക്കെ, കോമ, അതുപോലെ തന്നെ ഡേറ്റ് ടൈം വേണ്ട, അവിടെ നൾ മതി എന്ന് ആക്കാം. ഓക്കെ, നൾ. എക്സിക്യൂട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ടേബിളില് കറന്റ് ഡേറ്റ് ടൈം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അഡ്മിഷൻ ഡേറ്റിന്റെ അവിടെ നമ്മൾ +1 കൊടുത്തുകൊണ്ട് നാളത്തെ ഡേറ്റ് ആണ് വരിക. അതുപോലെ തന്നെ ഡേറ്റ് ടൈമിന്റെ അവിടെ നൾ കൊടുത്തുകൊണ്ട് നൾ വന്നു. അതുപോലെ നമുക്ക് ഇന്നലത്തെ ഡേറ്റ് ആണ് കിട്ടേണ്ടതെങ്കിൽ +1 പകരം -1 എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നള്ള് മതി എന്നെങ്കിൽ നൾ എന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇന്നലത്തെ ഡേറ്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ഇവിടെ ചേഞ്ച് വരുത്തി ഡേറ്റും ടൈം എല്ലാം മാറ്റാവുന്നതാണ്. അപ്പോൾ എങ്ങനെ ഒരു കറന്റ് ഡേറ്റ് അതുപോലെ തന്നെ കറന്റ് ടൈം ഡേറ്റ് ടൈം എല്ലാം ഒരു ടേബിളിൽ കാണാം എന്ന് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഈ വീഡിയോയിൽ വീണ്ടും പറഞ്ഞു, വീഡിയോ ലാഗ് ആക്കിയിട്ടില്ല. സോ മുൻപ് പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയാൽ അതിന്റെ വീഡിയോസ് കിട്ടുന്നതായിരിക്കും, അത് കണ്ട് മനസ്സിലാക്കാം. ഇനി ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.